السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹു സമീപസ്ഥനാണ് എന്ന ഒരു ടൈറ്റിലിൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞത് അള്ളാഹുവിനോട് നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉത്തരം നൽകും എന്നതായിരുന്നു. അപ്പോൾ ഈ ഉത്തരം നൽകും എന്ന് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും എല്ലാം നമുക്ക് ലഭിക്കുന്നില്ലല്ലോ. എന്നാൽ ഒരു വശത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എപ്പോൾ പ്രാർത്ഥിച്ചാലും അള്ളാഹു അതിന് ഉത്തരം തരികയും ചെയ്യും. യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ് കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന അള്ളാഹു, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് പിന്നീടാവും ചിലപ്പോൾ ലഭിക്കുന്നുണ്ടാവും. അപ്പോൾ അത് എന്താണ് അതിനുള്ള ഒരു മറുപടി, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സംഭവം? അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ചോദിക്കുന്നത് അത് അതുപോലെ നൽകപ്പെടുക എന്നതല്ല. ഹദീസിൽ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ മൂന്നാൽ ഒരു കാര്യം നമുക്ക് അല്ലാഹു എന്ത് ചെയ്യും? തിരിച്ച് മറുപടിയായി നൽകും. ഒന്ന്, നമ്മൾ എന്താണോ ചോദിച്ചത് അത് അതുപോലെ തന്നെ നൽകും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ആ നൽകപ്പെടുന്ന കാര്യം, നമ്മൾ ആവശ്യപ്പെട്ട കാര്യം അത് നമുക്ക് നല്ലതാണോ അല്ലേ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു വിഷയമാണ്. അപ്പൊ അള്ളാഹിന്റെ തീരുമാനം അത് നമുക്ക് നൽകേണ്ടതില്ല എന്നതാണ് അള്ളാഹിന്റെ തീരുമാനം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ചോദിച്ചത് അതിന് തതുല്യമായ, അതിന് സമാനമായ ഒരു പ്രതിഫലം അള്ളാഹു നമുക്ക് പരലോകത്ത് സംവിധാനിച്ച് നൽകും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു ചാൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്ന, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് എഴുതി വെച്ചിരുന്ന ഒരു ദുരന്തത്തെ, ഒരു പ്രയാസത്തെ എന്ത് ചെയ്യും? അള്ളാഹു നമുക്ക് നീക്കി നൽകും, അല്ലെങ്കിൽ അത് നമുക്ക് ബാധിക്കില്ല. ഇങ്ങനെ മൂന്നാലൊരു കാര്യമാണ് നമുക്ക് ഉത്തരമായി നൽകുക. അഥവാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ച അതുപോലെ തന്നെ കിട്ടുക എന്നുള്ളതല്ല, മറിച്ച് മൂന്നാലൊരു അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു നൽകും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടാൻ കൂടുതൽ സാധ്യതയുള്ള പല സമയങ്ങളും നമുക്ക് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോ ലൈലത്തുൽ ഖദറിന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില സമയത്ത് ഇപ്പൊ നോമ്പ് തുറക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ, ഇന്ന സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ, ഇന്ന സമയത്ത് പ്രാർത്ഥിച്ചാലൊക്കെ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടാൻ കൂടുതൽ സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യത്തിനുള്ള സാധ്യത കൂടും. അഥവാ എന്താണ് ഒന്നാമത്തെ കാര്യം? നമ്മൾ എന്താണോ ചോദിച്ചത് അത് അതുപോലെ തന്നെ നൽകപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സമയത്ത് അല്ലെങ്കിൽ ഈ സമയവും സ്ഥലമൊക്കെ ചൂസ് ചെയ്തുകൊണ്ട് നമ്മൾ കൃത്യമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇനി ഒന്നല്ല നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യത്തിന്റെ ക്വാളിറ്റി വർദ്ധിക്കും. അഥവാ നമ്മൾ എന്താണോ ചോദിച്ചത് അതിന് തതുല്യമായ പ്രതിഫലമല്ല, ആഖിറത്തിൽ അതിനേക്കാൾ ഏറെ പ്രതിഫലം നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ വലിയ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ ഒരു സഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പഠിപ്പിച്ചപ്പോൾ സഹാബി ചോദിക്കുകയാണ്, റസൂലേ, അപ്പൊ ഈ എത്രയും ആവശ്യപ്പെടാം, അള്ളാഹിനോട് നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് ലിമിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയും നമുക്ക് പ്രാർത്ഥിക്കാം എന്നുണ്ടെങ്കിൽ, കുറച്ച് അത്ഭുതത്തോടു കൂടി ഒരു സഹാബി പറയുകയാണ്, ഞാൻ ധാരാളമായി പ്രാർത്ഥിക്കും. അപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അല്ലാഹു അക്ബർ, അല്ലാഹു നിങ്ങൾ ചോദിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്താണ്. അതുകൊണ്ട് നിരന്തരം നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. അള്ളാഹിനോട് എത്ര ചോദിച്ചാലും, എത്ര ആവർത്തി ചോദിച്ചു കഴിഞ്ഞാലും അള്ളാഹു നമുക്ക് ഉത്തരം നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما.